ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ 3 ടി.പി. കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ സർക്കാർ നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ ഇത് അഭ്യൂഹം മാത്രമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു. എന്നാൽ ഇളവിന് നീക്കം നടന്നതായി സമ്മതിച്ച് നിയമസഭയിൽ സർക്കാർ മുട്ടുമടക്കി. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ 3 അല്ല 4 പ്രതികൾക്കാണ് ശിക്ഷ ഇളവിന് സർക്കാർ നീക്കം നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. സാർ ഇപ്പൊ നോക്കിയപ്പോ എന്താ 7ാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കോളവള്ളൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകില്ലെന്ന ഉറപ്പ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. മന്ത്രിയുടെ മറുപടിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ഒരുങ്ങിയതോടെ ഭരണപക്ഷ ബഹളമായി. തുടർന്ന് പ്രതിപക്ഷവും നടുത്തളത്തിലിറങ്ങി. പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും. ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി പോലീസ് KK രമയുടെ മൊഴിയെടുത്തത് തിരിച്ചടിയായി. പോലീസിനെ പഴിച്ച് തലയൂരാനാണ് ശ്രമം. അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. പക്ഷേ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ തന്നെ പരാജയമാണ് ഇവിടെ മന്ത്രി MP രാജേഷ് തുറന്നു സമ്മതിക്കുന്നത്. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.